ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ നാടൻ പോട്ടി. ബീഫിൻ്റെ പോട്ടിയാണ്, ഇവിടെ ബീഫ് ട്രൈബ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് വാങ്ങിച്ച് കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇവിടെ ഭയങ്കര വേവം നിറവണം. 10 വിസിലടിച്ചു, ഭയങ്കര സ്ലോ കുക്കായിട്ട് 10 വിസിലടിച്ചു. അപ്പോൾ നമുക്കൊരു തട്ടുകടയിൽ ഉണ്ടാക്കുന്ന പോട്ടിക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന പോട്ടിക്കറി എന്ന് പറഞ്ഞാൽ യൂഷ്വലി പോട്ടിക്കറിയൊക്കെ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം കോട്ടയം സൈഡിലേക്കൊക്കെ എന്ന് വെച്ചാൽ തേങ്ങ അരച്ചാണ് എപ്പോഴും വെക്കുന്നത്, കല്യാണത്തലേന്നൊക്കെ ഉണ്ടാക്കുന്നില്ലേ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാതെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച് തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന പോട്ടിക്കറിയില്ലേ, അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് പച്ചമുളകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് ഇച്ചിരി കൂടെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവോള. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാ. നമ്മുടെ ചട്ടിക്കകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, മുളക്, സവോള ഇതെല്ലാം കൂടി ഇടുവാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച്. കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ അത്. അപ്പോൾ ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പോട്ടി വേവിക്കാൻ വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കുക്കറിൽ വിസിലടിക്കാൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് തിരുമ്മിയിട്ട് ഒരുമിച്ചിട്ട് സവാള വഴറ്റാം. സവോളയ്ക്ക് നല്ല എരിവുള്ള സവോളയല്ല, കണ്ണ് നീറും ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ എണ്ണ നമ്മൾ ഒഴിക്കുവാണേ. സവോള വഴറ്റുമ്പോൾ ഇച്ചിരി ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. സോ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന പൊടി. ഇത് പെരിഞ്ജീരകം 1 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ, ആൻഡ് ഗരം മസാല നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി പൊടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഒരു 1.5 സ്പൂൺ, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി വറ്റൽമുളക് ഇങ്ങനെ പൊടിച്ച് മിക്സർ ഇടുന്നുണ്ട് കേട്ടോ, അത് 1 സ്പൂൺ, പിന്നെ 1 സ്പൂൺ പെപ്പർ, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത്ര സാധനം നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കത് വഴന്ന് കഴിയുമ്പം അതിനകത്ത് ഇടാം. ഓക്കെ ഓക്കെ നമ്മുടെ സവോള ഇപ്പോൾ ഇച്ചിരി വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ മുളക്, വറ്റൽമുളക് അങ്ങ് ഇടാം. കാരണം ഈ സവോളയ്ക്ക് ഇച്ചിരി മധുരമാണ്. അപ്പോൾ ആ മധുരിപ്പങ്ങ് പോകാൻ വേണ്ടി ഇച്ചിരി വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാൻ നമുക്ക്. അതിന് കഴിയുമ്പോൾ നമ്മൾ പൊടിയെല്ലാം കൂടെ ഇട്ടിടും. ഈ പൊടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മൂന്നോളം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല ഏതാണ്ട് നല്ല മൂത്ത് പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പോട്ടിക്കകത്ത് ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് വെള്ളം കുറച്ച് ഇങ്ങോട്ടേക്ക് ഒഴിച്ച് ഒന്ന് ഇച്ചിരി കൂടെ മൂത്ത് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ബാക്കി പോട്ടി നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ വെള്ളം പറ്റിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ചാറോട് കൂടി ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഗ്രേവിയോട് കൂടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് വൈകുന്നേരം ഇച്ചിരി കപ്പയും കൂട്ടി തിന്നാൻ വേണ്ടി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറും കൊണ്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അതെ, നമ്മുടെ പോട്ടി റെഡി. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കണ്ടേ? സൂപ്പർ. നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ചോറും കൂട്ടി സൂപ്പർ. നമുക്ക് കപ്പയുടെ കൂട്ടത്തിൽ ഈ പോട്ടി ഒന്ന് ട്രൈ ചെയ്തല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയത്. കപ്പയ്ക്ക് ഇച്ചിരി നമുക്കൊരു ഇച്ചിരി ഗ്രേവി ഉണ്ടെങ്കിലല്ലേ കപ്പയുടെ കൂട്ടത്തിൽ തിന്നാൻ പറ്റുള്ളൂ.
അപ്പം കപ്പയും ഈ പോട്ടിയും കൂടെ ഒന്ന് തിന്ന് നോക്കട്ടെ. സൂപ്പർ. വൈകുന്നേരം ആയപ്പോഴേക്കും അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ച് ഉപ്പ് വരുമൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 10 വിസിലടിച്ചത് ഏതായാലും നല്ല കാര്യമായി. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.